നിസ്സഹായനായി നിൽക്കുന്ന ഒരാളെ സംഘം ചേർന്ന ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തുന്നു. അത്രയധികം മനസ്സാക്ഷി മരവിച്ചവരായി മാറുകയാണോ മലയാളികൾ? ചില ആളുകളുടെ മാനസിക നില അത്രയ്ക്കും ദുഷിച്ചതായി മാറിയിരിക്കുന്നു. മനോനില തെറ്റുന്ന രീതിയിലേക്ക് മലയാളി അധപ്പതിക്കുന്നു. നമുക്കറിയാം, 7-8 വർഷം മുൻപ് പാലക്കാട് അട്ടപ്പാടിയിൽ മധു എന്ന ആദിവാസി യുവാവിനെ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കഥ, വാർത്ത അന്ന് നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം വാളയാറിൽ രാംനാരായണൻ എന്ന ഇതര സംസ്ഥാനക്കാരൻ്റെ മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമായി തല്ലിച്ചതച്ച് കൊലപ്പെടുത്തുന്നു. അതിൻ്റെ നടുക്കം വിട്ടുമാറും മുൻപ് അട്ടപ്പാടി പാലൂരിൽ നിന്നും മറ്റൊരു കഥ, മറ്റൊരു വാർത്ത. അതായത് മോഷണക്കുറ്റം ആരോപിച്ച് ആദിവാസി യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. ആ കേസിലേക്ക് പോകും മുൻപ് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകമാണ് സ്പോട്ടിലെ വാദ്യം പരിശോധിക്കുന്നത്. പാലക്കാട് വാളയാറിലെ ആൾക്കൂട്ട കൊലപാതകത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്നും പ്രാഥമിക വസ്തുതാന്വേഷണ റിപ്പോർട്ട് 2 ദിവസത്തിനകം നൽകണമെന്നുമാണ് നിർദ്ദേശം. രാംനാരായണനെ നേരിട്ട് ആക്രമിച്ച 7 പേരെയാണ് പോലീസ് ഇതുവരെയും അറസ്റ്റ് ചെയ്തത്. ഇവരിൽ ആദ്യം പിടിയിലായ 5 പേരെ നിലവിൽ റിമാൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നലെ വിനോദ്, ജഗദീഷ് എന്നിവരെ കൂടി പോലീസ് പിടികൂടിയത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ കേസിൽ ഈ ആൾക്കൂട്ട കൊലപാതകം അത് പിന്നീട് രാഷ്ട്രീയവൽക്കരിക്കാൻ നോക്കി. ഇതിന് പിന്നിൽ സംഘപരിവാറാണ്, സംഘപരിവാർ അജണ്ടയാണ് നടപ്പാക്കിയത്. ബംഗ്ലാദേശിയാണെന്ന് ആരോപിച്ച് രാംനാരായണനെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തി എന്ന രീതിയിലേക്ക് ഏറ്റവും ഒടുവിൽ പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലടക്കം അത്തരം വിവരങ്ങളുണ്ടായത്. പക്ഷേ ഇന്നലെ പിടിയിലായ 2 പേർ കോൺഗ്രസ് അനുഭാവികളാണ്. ഇതിൽ CIT അനുഭാവിയുണ്ട്, BJPക്കാരുണ്ട്. അതായത് രാഷ്ട്രീയമല്ല ഇവിടുത്തെ പ്രശ്നം. ഒരാളെ, അതും നിസ്സഹായനായി നിൽക്കുന്ന ഒരാളെ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന ഒരു മനോവൈകൃതത്തിലേക്ക് നമ്മുടെ മനോഭാവം മാറുന്നു, നമ്മുടെ ചിന്തകൾ മാറുന്നു. അതും എനിക്ക് തോന്നുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. ഒരാളെ ആരെങ്കിലും തല്ലുന്നത് കാണുമ്പോൾ കൂട്ടത്തോടെ ആളുകൾ വന്ന് അയാളെ ആക്രമിക്കുന്നു. കാരണം തിരിച്ച് തല്ലില്ല എന്ന് ഉറപ്പുണ്ട്. രാംനാരായണനും തിരിച്ച് തല്ലില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരുന്നു അവിടെ ആൾക്കൂട്ടം അത്ര അധികമായി ഈ രാംനാരായണനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. പക്ഷേ ആ കൊലയാളികൾ ഒന്നൊന്നായി പിടിയിലാകുന്നുണ്ട്. ഒളിവിൽ പോയവരെയും പോലീസ് പിടികൂടുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് 7 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരിക്കുന്നു. എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നടപടി ഈ കേസിൽ ഉണ്ടാവുക? സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു കൂട്ടം ആളുകൾ ഒരു മനുഷ്യനെ നിരന്തരം ആക്രമിച്ച്, അതായത് മരണം വരിക്കും വരെ ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് രാംനാരായണന് നേരെ ചെയ്തിരിക്കുന്ന കൊടും ക്രൂരതയാണ്. അങ്ങനെയാണ് ആ ക്രൂരതയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാളെ ആക്രമിക്കുമ്പോൾ തിരിച്ചു കിട്ടാത്ത തല്ല് കൊടുക്കാവുന്നിടത്തെല്ലാം കൊടുക്കുന്ന ഒരു ബേസിക് ക്യാരക്ടർ ഉള്ള ആളുകളാണ് മലയാളികൾ എന്നുള്ള സംഭവം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് രാംനാരായണന്റെ കൊലപാതകം. അത് തല മുതൽ പാദം വരെ 1 ഇഞ്ച് സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മർദ്ദനമേക്കാൻ എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എങ്ങനെയാണ് അത് പോസ്റ്റ്മോർട്ടം ചെയ്ത തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ കൂടി അതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പും നമ്മൾ വായിച്ചതാണ്. തലച്ചോറിൽ, തലയിൽ, പുറത്ത്, ദേഹത്ത്, കാലിൽ എല്ലായിടത്തും രാംനാരായണൻ മർദ്ദനമേറ്റിരുന്നു. അതിൽ തന്നെ 15 പേരോളം ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികളാണ് എന്നുള്ള കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിലും 15 പേരോളം പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുന്ന സാഹചര്യമുണ്ട്. ഇവരിൽ പലരും അതിനുശേഷം നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്ത ആളുകൾ എന്നുള്ള നിലയിൽ അവർ പലരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. നാട് വിട്ട ആളുകളുണ്ട്. ഇവരെയൊക്കെ കണ്ടെത്തണം. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും പ്രതികളല്ല എന്നൊരു നിഗമനത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് അവരെ വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. പക്ഷേ ഇപ്പോൾ നിലവിൽ 7 പ്രതികളുണ്ട്. ആദ്യത്തെ 5 പേർ നമുക്കറിയാം. അതിൽ 4 പേര് BJP പ്രവർത്തകരാണ്. ആ ഘട്ടത്തിലാണ്
വലിയ ആരോപണവുമായി CPM-ഉം സംസ്ഥാന സർക്കാരും രംഗത്തെത്തിയത്. ബംഗ്ലാദേശി എന്നുള്ള പേര് ആരോപിച്ചിട്ടാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നത്. പക്ഷേ തുടരെ ഉണ്ടായ അറസ്റ്റിൽ നാലാം പ്രതി CITU പ്രവർത്തകനാണ്. അതുപോലെ ഇന്നലെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ രണ്ടുപേരും, ഒരാള് കോൺഗ്രസ് പ്രവർത്തകനും മറ്റൊരാൾ CPM പ്രവർത്തകനുമാണ്. ഇങ്ങനെ എല്ലാ ആളുകളും ചേർന്ന് ഈ രാഷ്ട്രീയ ഭേദമന്യേ തന്നെയാണ് ഈ ആൾക്കൂട്ട കൊലപാതകത്തിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. അത് ബംഗ്ലാദേശിയാണെന്നുള്ളത് കൊണ്ടല്ല. രാം നാരായൺ എന്ന് പറയുന്ന അതിഥി തൊഴിലാളിയെ സംശയാസ്പദമായ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ അതെന്ത് എന്ന് ചോദ്യം ചെയ്യുന്ന നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഇവൻ എന്താണ് ഈ ഘട്ടത്തിൽ ഇവിടെ, ഈ സമയത്ത് ഇവിടെ എന്ന് ചോദ്യം ചെയ്യാനുള്ള ഒരു ആകാംക്ഷയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെൻഡൻസിൽ നിന്നോ ഉണ്ടായതാണ് ഈ കൊലപാതകം എന്നുള്ള കാര്യം വ്യക്തമാണ്. അസാധാരണമായ സമയത്ത് അല്ലെങ്കിൽ അസാധാരണമായ സ്ഥലത്ത് ഒരാളെ കാണുമ്പോൾ അതിലുണ്ടാകുന്ന ക്യൂരിയോസിറ്റി ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ മർദ്ദനത്തിലേക്ക് മാറുകയും ഇയാൾ മോഷ്ടാവാണ് എന്ന് ആരോപിച്ചുകൊണ്ട്, ഇയാൾ മോഷ്ടിക്കാൻ വന്നതാണെന്ന് ആരോപിച്ചുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകൾ ഉൾപ്പെടെ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അദ്ദേഹത്തെ തല്ലുന്നു, വടിയെടുത്ത് തല്ലുന്നു, കൈവച്ച് തന്നെ അദ്ദേഹത്തിന്റെ തലയിലും ശരീരത്തും നെഞ്ചിലും ഒക്കെ മർദ്ദനം ഏൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ആദ്യഘട്ടത്തിലൊക്കെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാടിലായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും 25 ലക്ഷം രൂപ ധനസഹായം, നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാടിലായിരുന്നു കുടുംബം. പക്ഷെ പിന്നീട് മന്ത്രി K. രാജൻ അതിലിടപെട്ട് അത് സർക്കാർ തലത്തിൽ, സംസ്ഥാന സർക്കാരിന്റെ തലത്തിൽ നിന്നും 10 ലക്ഷം രൂപ എന്നുള്ള തലത്തിലേക്കും അത് തിരിച്ച് രാംനാരായണന്റെ സംസ്ഥാനത്തു നിന്നും അത് 5 ലക്ഷം രൂപ എന്നുള്ള അങ്ങനെ 15 ലക്ഷം രൂപ ധനസഹായം നൽകാം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഛത്തീസ്ഗഡിന്റെ ഭാഗത്തു 5 ലക്ഷം രൂപ എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇന്ന് കുടുംബം റായ്പൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. വിമാനത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി തിരിച്ചിട്ടുണ്ട്. അതേസമയം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുമെന്നാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിക്കുന്നതും. അങ്ങനെയാണ് ഈ രാം നാരായണന്റെ കുടുംബത്തിൽ 7 അംഗങ്ങൾ അടക്കമാണ് മൃതദേഹവുമായി റായ്പൂരിലേക്ക് പോയിട്ടുള്ളത്. ഇന്ന് രാവിലെ ആണ് ഇവിടെ നിന്ന് മൃതദേഹവും വഹിച്ചിട്ടുള്ള വിമാനം റായ്പൂരിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സഹായത്തിന് മുതിരുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതും ഈ ആളുകളെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ദൃശ്യങ്ങളും ആ സമയത്ത് മൊബൈൽ ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടുമുള്ള ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിൽ ഇനിയും പോലീസ് എന്താണ് അമാന്തം കാണിക്കുന്നത് എന്നുള്ള വിമർശനം ശക്തമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടത്തിയിരിക്കുന്നതും അങ്ങനെയാണ്. ഒരു മനുഷ്യനെ തച്ചുകൊന്ന ഒരു സാഹചര്യം അത് കേരളത്തിൽ ജീവിക്കേണ്ടുന്ന ആളല്ല എന്നാണോ, അല്ലെങ്കിൽ അതിഥി തൊഴിലാളികൾക്ക് ഇവിടെ മറ്റൊരു തരത്തിലുള്ള പരിഗണനയാണോ നൽകുന്നത് എന്നുള്ള ഇതിലേക്കൊക്കെ ഇത് വലിയ ചോദ്യം ചെയ്യലായി മാറുകയാണ്. ഒരാളെ തനിച്ച് നിസ്സഹായന ഒരാളെ തനിച്ച് കിട്ടിയാൽ അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയാൽ, അതായത് അയാളെ തല്ലേണ്ടുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ എല്ലാവരും കൂടി അങ്ങനെ ഒരു രീതിയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഒരാളെ തല്ലാനുള്ള, കൈവയ്ക്കാനുള്ള അധികാരം മറ്റൊരു മനുഷ്യന് കൊടുക്കുന്നത് ഒരിക്കലും അത് ഇതര സംസ്ഥാനക്കാരനായതുകൊണ്ടാകില്ല. അത്തരമൊരു ഗൂഢലക്ഷ്യം മാത്രമായിരിക്കില്ല പ്രതികളുടെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം ഇവിടെ നമുക്കറിയാം, ഒരു രണ്ടാം കിട പൗരനാണെന്ന ചിന്ത ചില ആളുകളോട് നമുക്കുണ്ട്. നമ്മുടെ ചില ആളുകൾക്ക്, അതായത് ചില മലയാളികൾക്കുണ്ട്. അതാണ് വ്യക്തമാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അട്ടപ്പാടിയിൽ മധുവിനും സംഭവിച്ചതാണ്. ഏറ്റവും ഒടുവിൽ വീണ്ടും ഈ രാംനാരായണന്റെ കൊലപാതകത്തിന് ശേഷം അട്ടപ്പാടിയിൽ നിന്നും വീണ്ടും മറ്റൊരു ആദിവാസി യുവാവിൻ്റെ നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ട്. വീണ്ടും ക്രൂരമായി മർദ്ദിച്ചെന്നൊരു വാർത്ത പുറത്തു വരുന്നു. ഇത് BJP-ക്കാരാണ് ഇത് ചെയ്തത്. അതായത് സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്നൊക്കെ തുടക്കത്തിൽ മന്ത്രിമാർ പോലും ആരോപണം ഉന്നയിച്ചു. പക്ഷേ ഇതിനങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ലല്ലോ. അതിനപ്പുറം ഒരു മലയാളിയുടെ ഒരു പൊതുവായിട്ടുള്ള ചില ആളുകളുടെ ഒരു ചിന്ത, കാഴ്ചപ്പാട്, ഒരു ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ മോഷ്ടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പട്ടിണി പാവങ്ങളോട് പോലും, അല്ലെങ്കിൽ ഇത് വളരെ സാധുക്കളായ മനുഷ്യരോടാണ് ഈ രീതിയിൽ പെരുമാറുന്നത്, ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നത്, കൊലപ്പെടുത്തുന്നത്. അത് നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ, ചിന്തയുടെ ഒക്കെ ഒരു പ്രശ്നമല്ലേ ആജ്ഞ? തീർച്ചയായിട്ടും ടോം, കാരണം ഈ സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്.
അതും മധുവിന് നേരിട്ട വലിയ ആപത്ത്, അത് അന്ന് തന്നെ കേരളത്തിന്റെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിരവധി ചോദ്യങ്ങൾ പുറത്തുനിന്നും, കേരളത്തിന് പുറത്തുനിന്നും രാജ്യത്തിന് പുറത്തുനിന്നും ഒക്കെ കേരളം ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന സാഹചര്യങ്ങളുണ്ട്. അപമാനകരമായ സംഭവമായിരുന്നു ഒരു ആദിവാസി യുവാവിനെ ഭക്ഷണം മോഷ്ടിച്ചു അല്ലെങ്കിൽ അരി മോഷ്ടിച്ചു എന്നുള്ള പേരിൽ തല്ലിക്കൊന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ നിന്ന് തന്നെ വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് നേരത്തെ ഉണ്ടായിരുന്ന പ്രതികൾക്ക് തക്കതായ ശിക്ഷ നൽകാത്തതിന്റെ ഒരു ലൂപ്പ് ഹോൾ കൂടി കിടപ്പുണ്ട്. ഏറി വന്നാൽ ഇത്ര, അത് തന്നെയാണ് ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. കാരണം നിയമം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്, വലിയൊരു ചോദ്യമാണ്. കൂട്ടത്തിലുള്ള ഒരാളെ തല്ലിക്കൊന്നാലും അതിന് ആൾക്കൂട്ട മർദ്ദനമെന്ന ഇതിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന മൂല്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ആളുകൾക്ക് ശിക്ഷ കിട്ടാൻ എത്ര കാലം എടുക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഈ ആളുകളെ എത്ര പെട്ടെന്നാണ് ഇവർ കുറ്റവാളികളല്ല ഇവർ എന്ന് വിധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നത്? അത്തരം സാഹചര്യങ്ങൾ അട്ടപ്പാടിയിലും മധുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് ആ കുടുംബം തന്നെ നിരവധി തവണ നീതിക്കായി മധുവിന്റെ സഹോദരി കയറിയിറങ്ങി നടന്ന സാഹചര്യം നമുക്കറിയാവുന്നതാണ്. അത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് ഇവിടെ രാംനാരായണന്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ കുടുംബം ഇവിടെ സംസ്ഥാന സർക്കാരിനോട് അവരുടെ നിലപാട് കൃത്യമായി അറിയിച്ചത് കൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ അത്രയും ഒരു നഷ്ടപരിഹാര തുക അദ്ദേഹത്തിന് അനുവദിക്കാൻ അവർക്ക് കഴിഞ്ഞത്. അല്ലെങ്കിൽ അത് അവർക്ക് അത് ഒരു ജീവന്റെ വിലയൊന്നുമല്ല. 10 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ജീവന് മതിയാകുന്ന വിലയൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും ഈ മൃതദേഹം തങ്ങൾ ഏറ്റുവാങ്ങില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ നിന്നതുകൊണ്ട് മാത്രമാണ് അടിയന്തര ധനസഹായം എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ തയ്യാറായത് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 25 ലക്ഷം രൂപ ധനസഹായം ആവശ്യപ്പെട്ടാണ് കുടുംബം തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും രാംനാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാട് അറിയിച്ചത്. അതേ തുടർന്നാണ് പിന്നീട് അത് കൈവിട്ടു പോകുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് പിന്നീട് ഇതിൽ റവന്യൂ മന്ത്രി ഇടപെടൽ നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതും അത് പിന്നീട് മന്ത്രിസഭായോഗം ചേർന്ന് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചത്. അതിനുശേഷമാണ് 10 ലക്ഷം രൂപ കേരളത്തിൻ്റെയും ഛത്തീസ്ഗഡ് 5 ലക്ഷം രൂപയും നൽകും എന്നുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെ 15 ലക്ഷം രൂപ ഇവരുടെ കുടുംബത്തിന് നൽകുമെന്നുള്ളതാണ്. മാത്രമല്ല കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കുള്ള വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് ജില്ലാ ഭരണകൂടവും കളക്ടർ അർജുൻ പാണ്ഡ്യനും അറിയിച്ചിട്ടുണ്ട്. അർജുൻ പാണ്ഡ്യൻ കുട്ടികൾക്ക് പേന നൽകി നന്നായി പഠിക്കണമെന്നുള്ള ഉപദേശത്തോടൊക്കെയാണ് അവരെ യാത്രയാക്കിയിട്ടുള്ളത്. ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാവും. പക്ഷേ എന്നിരുന്നാലും അത്തരം സഹായങ്ങളൊക്കെ ഒരു നിന്ന നിൽപ്പിൽ കൊടുക്കേണ്ടി വന്നത് തന്നെ ആ കുടുംബം ഒറ്റക്കെട്ടായി അതിനുവേണ്ടി നിന്നതുകൊണ്ടാണ്. മധുവിന് വേണ്ടി സംസാരിക്കാൻ നിന്നിരുന്ന ശബ്ദങ്ങളൊക്കെ ആ സമയത്ത് ദുർബലമായി പോയതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. ചോദിക്കാൻ ആരുമില്ലാത്ത അല്ലെങ്കിൽ ആളുകളില്ലാത്ത അവരെ ഇങ്ങനെ സമൂഹം കൈകാര്യം ചെയ്യുന്നത്, ഒരു വിഭാഗം, സമൂഹം എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല, പക്ഷെ ഒരു വിഭാഗം ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ കാറ്റഗറിയുടെ, അതായത് നിറത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ ഇതിലുള്ള ഈ കാറ്റഗറിയുടെ പ്രശ്നമായിരിക്കാം. അത്തരം പ്രശ്നങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇത്തരം ഉച്ചനീചത്വങ്ങളൊക്കെയും ഇപ്പോഴും കേരളത്തിന്റെ മണ്ണിലുണ്ട് എന്നുള്ളത് ഉറക്കെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്തരം സംഭവങ്ങൾ എന്നുള്ളതാണ്. അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, അതല്ലെങ്കിൽ ഒരാളെ തല്ലുക എന്ന് പറയുന്നത് ദുർബലനായ ഒരാളുടെ നേരെ പ്രയോഗിക്കുന്ന ഒരു രീതി മാത്രമാണ് ഇത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലും വളരെ വ്യക്തമായി തന്നെ ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ആജ്ഞ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിലുള്ള ഒരു വേർതിരിവ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. അതല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരനാണ് എന്നൊരു കാഴ്ചപ്പാട് ചില ആളുകളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സാധുക്കളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന, സംഘം ചേർന്ന് ആക്രമിക്കുന്ന ഒരു പ്രവണതകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നത്.